വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവായ ഈശോ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും സൗഖ്യവും അഭിഷേകവും കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം അതിൻ്റെ 34-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവിനെ എന്നും ഞാൻ പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 34 അധ്യായം 34 വചനം 1 മുതൽ 4 വരെ. ആദ്യത്തെ വചനം മുതൽ നമ്മൾ ശ്രദ്ധിച്ച് അഭിഷേകത്തോടെ കേൾക്കുക. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ഞാൻ വാ തുറക്കുമ്പോൾ ഈ സ്തുതിയുണ്ട്, ഈ ആരാധനയുണ്ട്, ഈ മഹത്വമുണ്ട്. എന്നിട്ട് പറയുകയാണ്, കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എനിക്ക് എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. ഇത് ചുറ്റുമുള്ള ആളുകളോട് പറയുന്നതാണ്. വേദനിക്കുന്ന മനുഷ്യർ, രോഗത്തുള്ള മനുഷ്യർ, അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ശാരീരിക പീഡ അനുഭവിക്കുന്നവർ, ഏത് ബന്ധനത്തിൽ കഴിയുന്നവർ, വചനം പറയുകയാണ്, പീഡിതർ ഇതു കേട്ട് ആനന്ദിക്കട്ടെ. എന്ത് കേൾക്കണം? കേൾക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ കർത്താവിൻ്റെ സ്തുതി എൻ്റെ അധരത്തിലുണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞതാണ്, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. എല്ലാ പീഡിതരെയും ഇദ്ദേഹം ക്ഷണിക്കുകയാണ്. എല്ലാ വേദനിക്കുന്നവരെയും, എല്ലാ തകർന്നവരെയും ഇദ്ദേഹം ക്ഷണിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനം ഇന്ന് നിന്നെ ക്ഷണിക്കുകയാണ്. എല്ലാ പീഡിതരെയും ക്ഷണിക്കുകയാണ്. എന്താണ് പറയണത്? എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. എന്നിട്ട് ഇദ്ദേഹത്തിന് അനുഭവം, ഇദ്ദേഹം പറയുന്നു, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം മരളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഇതേ അനുഭവം എല്ലാ പീഡിതർക്കും ഉണ്ടാകും. ഞാൻ എൻ്റെ കർത്താവിനെ തേടുമ്പോൾ, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും സ്തുതിക്കുമ്പോൾ, അവിടുത്തെ ആ സ്തുതി എൻ്റെ അധരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ, അവിടുന്ന് സർവ്വഭയത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നു. കുടുംബത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഭയത്തിൻ്റെ നിഴലിൽ നിന്ന് കർത്താവെ, പീഡിതരായ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നീ നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, പീഡിതരായ ഞങ്ങൾ ഒന്ന് ചേർന്ന്, സങ്കീർത്തകനോട് ചേർന്ന്, ഒരുമിച്ച് ചേർന്ന് നിന്നെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിതാണ്, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ദൈവം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവത്തെ എപ്പോഴും സ്തുതിച്ചാരാധിക്കുന്ന വ്യക്തിക്ക്, എപ്പോഴും ദൈവസ്തുതി അധരങ്ങളിലുള്ള വ്യക്തിക്ക് ദൈവം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കും. വലിയ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും ജനം ഒരുപാട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു യുവതലമുറയെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു വാടക വീട്. ഇന്നത്തെ യുവതലമുറയുടെ ആവശ്യമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു വാടക വീട് വേണം, ഒരു കാറ് വേണം, അത് ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുത്തിട്ട് അതൊരു കാർ ഒപ്പിക്കും. പിന്നെ ഒരു നല്ലൊരു മൊബൈൽ ഫോണ് ഇത് വേണം,
പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് ജങ്ക് ഫുഡും കൂടെ ഭക്ഷണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി. അവർക്ക് പിന്നെ ഇതാണ് ഒരു സെക്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ മേൽ ജീവിതം സമർപ്പിച്ച് ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു തലമുറ. ഒരു വാടകയ്ക്കൊരു വീട്, ഒരു ലോൺ എടുത്തൊരു കാറ്, ഒരു നല്ല മൊബൈൽ ഫോണ്, പിന്നെ കുറേ അതും ഇതുമൊക്കെ കുറേ ഭക്ഷണങ്ങൾ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ചുറ്റും ഒന്ന് പരീക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ അധരത്തിൽ എൻ്റെ നാമമുണ്ടെങ്കിൽ, നീ എന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ എല്ലാം തരും. നിനക്ക് ഞാൻ സർവ്വഭയങ്ങളിൽ നിന്ന് മോചനം തരും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഭയം കൂട്ടുന്ന സാധനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വാടക വീടും ലോൺ എടുത്തിട്ടുള്ള ഓരോരോ സംരംഭങ്ങളും, അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ പോർഷ് കാണിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കിയേ, അവർക്ക് പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പം ഭയങ്കര ഭയമാണ്. മുതിർന്നവരോട് ചോദിച്ചു നോക്കിയേ, ഭയമാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഭയം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഈ സങ്കീർത്തകൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? എല്ലാ പീഡിതരും എല്ലാ ഭയമുള്ളവരും ഒരുമിച്ച് എൻ്റെ കൂടെ വരുവിൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കണം, ഭയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുടെ പിടിവിട്ട് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എൻ്റെ അധരങ്ങളിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചാൽ അത്ഭുതങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പിതാവേ ആരാധന. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, യേശയ്യായുടെ പുസ്തകത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്, ഈ ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യേശയ്യ കണ്ടു. എന്നിട്ട് ഇദ്ദേഹം ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ്. എന്താണ്? അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. ഇതിങ്ങനെ വിവരിച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ്, അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അശുദ്ധനായ അധരങ്ങളുള്ള യേശയ്യ, അശുദ്ധനായ വ്യക്തി, അശുദ്ധമായ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന വ്യക്തി, ഇങ്ങനെ അശുദ്ധ ശരീരമുള്ളവൻ, അശുദ്ധ ചിന്തകളുള്ളവൻ, ഈ ഒരു വ്യക്തി ദൈവത്തെ സ്വർഗത്തിൽ ദർശിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരെ ദർശിച്ചു. ദൈവ ആരാധനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുരിതം, ഞാനിത് കാണാൻ യോഗ്യതയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയ പ്രിയപ്പെട്ടവരെ? സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത് ഒരു തീക്കനലുമായി എൻ്റെ അടുത്ത് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നോക്കി പ്രിയപ്പെട്ടവർ, ആരാധന ദർശിച്ച വ്യക്തി, സ്വർഗത്തിലെ മാലാഖമാരുടെ ആ ആരാധനയും സ്തുതിയും ദർശിച്ച വ്യക്തി, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അനുഭവിച്ച വ്യക്തിക്ക് ദൈവം ഒരു അത്ഭുതകരമായ വിടുതൽ കൊടുത്തു, പാപത്തിൽ നിന്ന് മോചനം കൊടുത്തു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, യു ആർ ഡെലിവേർഡ് ഫ്രം ദ ഗിൽട്ട് ആൻഡ് ഓൾസോ ഫ്രം ദ സിൻസ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ആ കുറ്റബോധത്തിൽ നിന്നും പാപബന്ധനത്തിൽ നിന്നും മോചനം കൊടുത്തു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവമക്കൾ ഒരുപാട് പേര് ഭയത്തിൻ്റെ നിഴലിൽ ആകാൻ ഒരു കാരണം പാപബോധം, കുറ്റബോധം. അതാണ് ഈ യേശയ്യായ്ക്ക് കിട്ടിയ ഒരു ദർശനം, ആരാധനയുടെ സമയത്ത് കിട്ടിയ അഭിഷേകം ഈ കുറ്റബോധത്തിൽ നീ മകനെ മോചിപ്പിച്ചു. ഈ മകനെ ദൈവഭയത്തിലേക്കും ദൈവ ആരാധനയിലേക്കും പ്രേരിപ്പിച്ചപ്പോൾ ഈ മകൻ ആരാധനയുടെ മധ്യത്തിൽ നിന്നപ്പോൾ എല്ലാ ഭയങ്ങളും വിട്ടുമാറി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഞാൻ എൻ്റെ ദൈവത്തെ അധരം തുറന്ന് ആരാധിച്ചാൽ എനിക്ക് ഭയത്തിൽ നിന്നൊരു വിടുതലുണ്ട്, കുറ്റബോധത്തിൽ നിന്നൊരു വിടുതലുണ്ട്, തിന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്നൊരു വിടുതലുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, പല പ്രാവശ്യം തിന്മ ചെയ്തു, ഒന്ന് കുമ്പസാരിച്ചു, പിന്നെയും പോയി തിന്മ ചെയ്തു, പിന്നെയും കുമ്പസാരിച്ചു, പിന്നെയും തിന്മ ചെയ്തു, ജീവിതം മടുത്തു, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീഴുന്നു. ഇതിൽ നിന്ന് എന്നൊരു മോചനം കിട്ടും? ചിലർ കുറ്റബോധം, പണ്ട് ചെയ്ത ചില കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നു. ചിലർ മാതാപിതാക്കന്മാർക്കെതിരെ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്നു. കാരണം മാതാപിതാക്കന്മാർ മരിച്ചുപോയി, ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലർ അബോർഷൻ നടത്തി, ഗർഭഛിദ്രം നടത്തി, അതിൻ്റെ ശാപമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കുറ്റബോധത്തിൽ നടക്കുന്ന കുറേ ആളുകൾ. പിന്നെ സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തി അങ്ങനെ നടക്കുന്ന കുറേ ആളുകൾ.
പിന്നെ ചില തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടി ആരും അറിഞ്ഞിട്ടില്ല ഈ ഭൂമിയിൽ ആ കുറ്റബോധത്തിൽ നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുറ്റബോധത്തിൽ കഴിയുന്ന വ്യക്തികൾ, ഒരുപാട് ഭയത്തിൻ്റെ നിഴലിൽ കഴിയുന്ന വ്യക്തികൾ, ഈ വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ചൊരിയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നതാണ്, നിന്റെ അധരങ്ങളിൽ ദൈവസ്തുതി ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഏശയ്യ അശുദ്ധമായ വ്യക്തി, കുറ്റബോധമുള്ള വ്യക്തി, പാപം നിറഞ്ഞ വ്യക്തി ദൈവ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ, സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ, ദൈവ ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗാനുഭവമാണ്. അപ്പോൾ ഈ ആരാധന ഉണ്ടായപ്പോൾ, ഈ സ്വർഗാനുഭവം ഉണ്ടായപ്പോൾ പൂർണ്ണമായും വിടുതൽ, പൂർണ്ണമായും ടോട്ടൽ ഡെലിവറൻസ്. അപ്പോൾ നിന്റെ കുടുംബത്തിൽ നിനക്കൊരു ഡെലിവറൻസ് വേണോ, ഒരു പൂർണ്ണമായ ഭയത്തിൽ നിന്ന് മോചനം വേണോ? ചെയ്യേണ്ട കാര്യം, കുടുംബത്തോടൊപ്പം ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. ഈ ലോകം പറഞ്ഞു തരുന്ന പല ന്യായങ്ങളും പല മുടന്തൻ വിദ്യകളും നമ്മൾ പരിശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഭയം കയറി വരും, കുടുംബം തകരും, പല തിന്മകൾ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് വന്നു പോകും. കർത്താവിൻ്റെ വചനം പറയുന്നു, ഏശയ്യ പറയുന്നതാണ്, ഒരു തീക്കനലുമായിട്ടൊരു മാലാഖ എൻ്റെ അടുത്ത് വന്നു, തീക്കനൽ സ്പർശിച്ചു, പൂർണ്ണമായി മാറി. അടുത്ത വചനം, അതിനുശേഷം കർത്താവ് അരുളി ചെയ്തത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ആരാ ഇത് പറയുന്നത്? നിങ്ങൾ നോക്കി, അശുദ്ധമായ അധരങ്ങളുള്ള വ്യക്തി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരുമാനമെടുത്തു. എന്തൊരു വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. പല തീരുമാനങ്ങളെടുത്ത് വീണ്ടും കുഴിയിൽ വീഴുന്ന വ്യക്തിയാണ് നീ എങ്കിൽ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കുക. നീ ദൈവാരാധനയിൽ പങ്കെടുത്താൽ, ദൈവത്തിൻ്റെ സ്തുതികൾ നിന്റെ അധരങ്ങളിൽ ഉണ്ടായാൽ, ഇന്ന് കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ നീ സ്തുതിച്ച് ആരാധിച്ചാൽ, ഒരൊറ്റ തീരുമാനം എടുക്കാൻ നിന്നെ സഹായിക്കും. നീ ആഗ്രഹിക്കുന്ന തീരുമാനമല്ല, ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനം. ഈ തീരുമാനം ദൈവമാണ് ഏശയ്യയെ കൊണ്ട് എടുപ്പിച്ചത്. കാരണം ഈ ഒരു ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏശയ്യ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ദൈവം ഒരു തീരുമാനമെടുക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഇതിനു ശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ഈ ചോദ്യമാണ് ഏശയ്യയെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഭയത്തിൽ കഴിയുമ്പോൾ, കൂട്ടുകാരുടെ പ്രലോഭനത്തിൽ തെറ്റിൽ കഴിയുമ്പോൾ നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. നീ എടുത്ത തീരുമാനം എല്ലാം പാളിപ്പോയി. പക്ഷേ നീ ആഗ്രഹിക്കാത്ത, നീ വിചാരിക്കാത്ത ചില അത്ഭുതകരമായ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നിന്നെ പ്രേരിപ്പിക്കും. അതിന് ചില സംഭവങ്ങൾ ദൈവം നിനക്ക് കൊണ്ടുവന്നു തരും. അപ്പോൾ ആ തീരുമാനം നീ എടുത്താൽ നിന്റെ ജീവിതം അപ്പാടെ മാറിപ്പോയി. എത്ര പെട്ടെന്നൊരു മാറ്റം! ഒറ്റ സെക്കൻഡ് കൊണ്ട് ഏശയ്യ പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. എങ്ങോട്ട് അയച്ചാലും? വചനം പറയാൻ അയച്ചാലും. തീഷ്ണതയോടെ ദൈവവചനം പ്രസംഗിക്കാൻ. ആരുടെ മുമ്പിൽ ചെന്ന് പറയണം? മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ദൈവജനത്തിൻ്റെ മുമ്പിൽ പോയി ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. ജീവൻ പോകുന്ന പണിയാണെങ്കിലും ആ ധൈര്യം ഏശയ്യയ്ക്ക് കിട്ടി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ മറക്കരുത്, ആരാധന മധ്യേ വലിയ അഭിഷേകമുണ്ട്. പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ മാത്രം അവർക്കറിയുള്ളായിരുന്നു, വേറെ ഒന്നും അവർക്കറിയില്ലായിരുന്നു. ഇന്നത്തെ പോലത്തെ പ്രാർത്ഥനകളോ കൃത്യമായ പുസ്തകങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവരൊക്കെ വന്ന് അറിയുന്ന രീതിയിൽ, അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. ദൈവമേ നന്ദി, കുറേ നേരം ഈശോയെ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ആരാധനയ്ക്ക് പ്രാധാന്യം, ദൈവത്തെ ഹൃദയത്തിൽ കണ്ട് അധരങ്ങളിൽ സ്തുതികൾ ഉണ്ടായിരുന്ന മനുഷ്യർ. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം, അധരങ്ങളിൽ സ്തുതിക്ക് പകരം അധരങ്ങളിൽ ദുഷിച്ച വാക്കുകളും കുറ്റം പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ. ബന്ധങ്ങൾ എങ്ങനെ അകലുന്നു? അധരങ്ങളിൽ കുറ്റപ്പെടുത്തുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എങ്ങനെ ഒരു കുടുംബത്തിൽ അപ്പനും മക്കളും തമ്മിൽ തെറ്റായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളിലെത്തുന്നു, അകന്നു പോകുന്നു? അപ്പൻ്റെ അല്ലെങ്കിൽ മക്കളുടെ അധരങ്ങളിൽ മോശമായ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ, സഹോദരനെ സഹോദരിയെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു? വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ അധരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവ് പറയുകയാണ്, ഇതിന് ഒരു കാതലായ മാറ്റം വരണമെങ്കിൽ നിന്റെ അധരങ്ങളിൽ ദൈവസ്തുതികൾ നിറയണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക്, ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് അവിടെ അയച്ചു. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ് മോശയോട്, മോശേ, നീ ജനത്തോട് പറയണം, എൻ്റെ ജനമായ ഇസ്രായേലിനെ, ഫറവോയോട് പറയാൻ പറഞ്ഞാണ്, എൻ്റെ ജനമായ ഇസ്രായേലിനെ മോചിപ്പിക്കുക. എന്തിന്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. ബേസിക് കാര്യം ഇതാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഒന്നാം പ്രമാണം എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ ദൈവത്തെ ആരാധിക്കണം. അതൊരു പ്രമാണമാണ്, അതൊരു കൽപ്പനയാണ്, ഒന്നാമത്തെ കൽപ്പന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിന്റെ ജീവിതത്തിൽ അധരങ്ങളിൽ ദൈവസ്തുതിയില്ല, കുടുംബത്തിൽ ആരാധനയില്ലാത്തതാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ്
6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. കമ്പനികളിലോ ഫാക്ടറികളിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 10 മിനിറ്റ് തുടർച്ചയായി ദൈവത്തെ ആരാധിക്കാൻ നീ പരിശ്രമിച്ച് നോക്കിയേ, തടസ്സങ്ങൾ വരുന്ന വഴി കാണുകയില്ല. ആ കൃത്യസമയത്ത് ഒരു ഫോൺ വരും. ആ കൃത്യസമയത്ത് ഇതുവരെ വരാത്ത അതിഥി വീട്ടിലെത്തിയിരിക്കും. ആ കൃത്യസമയത്ത് പോസ്റ്റ്മാൻ വന്നിരിക്കും. ആ കൃത്യസമയത്ത് ഒരു ഫോൺ കോൾ വന്നിരിക്കും. ഇതുവരെ കാണാത്ത വലിയ വലിയ ആൾക്കാരൊക്കെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് നോക്കിയേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നൽകുന്ന കാനാൻ ദേശം നീ കാണും. യേശയ്യാ പ്രവാചകൻ ആരാധനകളുടെ മധ്യത്തിൽ നിന്നപ്പോൾ ഇതാ ഒറ്റ തീരുമാനം ആ വ്യക്തിക്ക് എടുക്കാൻ സാധിച്ചു. ശക്തമായ തീരുമാനം. അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അഭിഷിക്തൻ്റെ കഥ അവിടെ നിന്ന് ബൈബിൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുവരെ കേൾക്കാത്ത രീതിയിൽ ശക്തമായ ഒരു പ്രവാചകൻ ഇതാ ദൈവം അവിടെ നിന്ന് കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ശക്തി വേണം, നിനക്ക് കൃപ വേണം, ഭയത്തിൽ നിന്ന് പുറത്തു കിടക്കണം, എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക. നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആളായിക്കോട്ടെ, ഉച്ചയ്ക്ക് ഒരു 45 മിനിറ്റ് കിട്ടുമ്പോൾ അതിലൊരു 2 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാൻ മാറ്റിവെക്കുക. രാവിലെ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു 5 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാൻ മാറ്റിവെക്കുക. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാൻ മാറ്റിവെക്കുക. ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ഒരു അത്ഭുതമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവിക ഇടപെടലുകൾ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവ ആരാധന ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് വന്നപ്പോൾ പിശാച് വന്ന് 3 പരീക്ഷണങ്ങൾ നൽകി. അതിലൊരു പരീക്ഷണം ഇതാണ്: നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് ഇത് മുഴുവൻ ഞാൻ തരും. അതാണ് പിശാച് പറഞ്ഞ ഒരു ഡീല്. ആ ഡീല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ എന്ന് പറഞ്ഞാൽ ആരാധന എവിടെ നടക്കുന്നുണ്ട്? അവിടെ ഒരു ഡീലുണ്ട്. പിശാച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു: നീ ഒന്ന് ആരാധിച്ചാൽ മതി, ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു ഡീലുണ്ട്. നമ്മൾ അറിയുന്നില്ല. ഏത് വ്യക്തി ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുന്നോ അവിടെ പൈശാചിക ശക്തി തകർന്നു പോവുകയാണ്. അന്ധകാരത്തിൻ്റെ ശക്തിയെ തകർക്കാൻ ഇതിലും വലിയൊരു ആയുധം ഈ ഭൂമിയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയൊരു കൃപ, ഏറ്റവും വലിയൊരു അഭിഷേകം ഈ ആരാധനയിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പിശാച് പറയുന്നത്, നീ എന്നെ ആരാധിച്ചാൽ മതി. ആരാധനയാണ് പിശാച് ഭയക്കുന്ന കാര്യം. ആരാധനയാണ് ദൈവത്തിൽ നിന്ന് പിശാച് പ്രതീക്ഷിക്കുന്നത്. യേശു പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ദൈവം പറഞ്ഞത്, ഈശോ പറഞ്ഞത്. തൻ്റെ പിതാവിൻ്റെ നിയമമാണ് ഈശോ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നിടത്ത് അവിടെ ഒരു ഡീലുണ്ട്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ഡീലുണ്ട്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു അഭിഷേകത്തിൻ്റെ ഡീലുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ കുടുംബത്തിൽ വരുന്ന ഒരു കൃപയുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണം. എല്ലാ ദൈവമക്കളും ചേർന്ന് പറയാം ഹല്ലേലൂയ. കുടുംബത്തോട് ചേർന്ന് പറയാം ഹല്ലേലൂയ. നിരാശയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ഞാൻ എൻ്റെ കരങ്ങളെ ഉയർത്തി അതരങ്ങളിൽ സ്തുതി നിറച്ച ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നിരാശയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അത് വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ കാണുന്നത് സങ്കീർത്തനം അതിൻ്റെ 100-ാമത്തെ അധ്യായം. സങ്കീർത്തനം അധ്യായം 100 തിരുവചനങ്ങൾ 3 ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. അടുത്തത്, കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഈ സങ്കീർത്തനം ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയുടെ അതരങ്ങളിൽ സ്തുതിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ സ്തുതിക്കുന്ന വ്യക്തിക്ക് ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ആരാധിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആ നന്മയുടെ രൂപം, നന്മയുടെ മുഖം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എത്രത്തോളം കുറ്റങ്ങൾ പറയുന്നുണ്ട്, എന്തോരം ആളുകളെക്കുറിച്ച് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തിന്മ പറയുന്ന അതരങ്ങൾ, കുറ്റം പറയുന്ന അതരങ്ങൾ ദൈവത്തെ സ്തുതിക്കില്ല. ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നതെന്ന് വചനം പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൃദയം മുഴുവൻ സ്തുതിയും ആരാധനയും നിറയുമ്പോൾ, ഈ അതരം സ്തുതിയും ആരാധനയും നിറയുമ്പോൾ ഭയം, ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഭയം എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ കാണുന്നൊരു വ്യക്തിയുണ്ട് നമ്മുടെ ബൈബിളിൽ, ദാനിയേൽ. ഈ ദാനിയേൽ പറഞ്ഞൊരു കാര്യം, അധ്യായം 13, ദാനിയേൽ അധ്യായം 13 വചനങ്ങൾ 5.
ദാനിയേൽ തൻ്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും, കേൾക്കുക, സകല ജീവജാലങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഈ ദാനിയേൽ ഇത് പറയാൻ എന്താ കാരണം എന്നറിയാമോ? ദാനിയേലിന് ബുദ്ധി ഉണ്ടായിരുന്നു, ജ്ഞാനം നിറഞ്ഞ വ്യക്തിയായിരുന്നു ദാനിയേൽ. 2, ഈ ദാനിയേലിന് അപാര ധൈര്യം ഉണ്ടായിരുന്നു. 3-ാമത്തെ കാര്യം, രാജാവിൻ്റെ മുകളിൽ ദൈവത്തെ കണ്ട വ്യക്തിയായിരുന്നു ദാനിയേൽ. ഈ 3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണം. 1, ധൈര്യമുള്ള വ്യക്തിയെ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ, ധൈര്യം വേണം. 2, ജ്ഞാനമുള്ള വ്യക്തിയെ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ. ലോകം എന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കൈകൾ ഉയർത്തും. ലോകം എന്തും പറഞ്ഞോട്ടെ, ഞാൻ ഉച്ചത്തിൽ സ്തുതിക്കും. കുടുംബത്തിലുള്ളവർ എന്ത് കുറ്റം പറഞ്ഞോട്ടെ, കരിസ്മാറ്റിക്കാരനാണെന്ന് പറഞ്ഞ് വെറുതെ ലേബൽ കുത്തിക്കോട്ടെ, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ദൈവജ്ഞാനം എനിക്ക് വേണം. പ്രിയപ്പെട്ട കരിസ്മാറ്റിക്കാരുടെ കാര്യമൊന്നുമല്ല ഇത്. പഴയ നിയമ ചരിത്രം മുതൽ ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ജനത, ഈ ആരാധിക്കുന്ന ജനതയെ വളർത്തുന്ന ദൈവം, ഈ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം. ഈ ദാനിയേൽ അതുകൊണ്ടാണ് മനസ്സിലാക്കിയത്. ജ്ഞാനമുണ്ടായിരുന്നു ദാനിയേലിന്, ധൈര്യമുണ്ടായിരുന്നു ദാനിയേലിന്. അതിനേക്കാൾ ഉപരി ഈ രാജാവിനേക്കാൾ മുകളിൽ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ദാനിയേലിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടക്കണിയുടെ മുകളിൽ ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തെ നീ സ്തുതിക്കണം, ദൈവത്തെ നീ ആരാധിക്കണം. കടക്കണികളൊക്കെ മാറിപ്പോകുന്ന ഒരു ദിവസം വരും പ്രിയപ്പെട്ടവരെ. ഇതിനെ അതിജീവിക്കാൻ ഒരു ശക്തി ദൈവമായ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ഈ സ്ത്രീ, സമരിയാക്കാരി സ്ത്രീ, ജീവിതം മുഴുവൻ തകർന്ന വ്യക്തി. ജീവിതത്തിൽ ഒരു സന്തോഷമൊന്നും കിട്ടുന്നില്ല. അവളിങ്ങനെ നിരാശപ്പെട്ട് കഴിയുകയാണ്. 5 കല്യാണമൊക്കെ കഴിഞ്ഞു, കുടുംബജീവിതമൊക്കെ തകർന്നു, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തി. ഈ വ്യക്തിയെ ദൈവം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത് 3 വചനങ്ങൾ പറയുന്നതാണ് ആരാധനയെക്കുറിച്ച്. കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇവളുടെ കയ്യിലിരുന്ന കുടം താഴെ വീണു. ഒറ്റ തീരുമാനം. ആരാധനയെക്കുറിച്ച് ഈശോ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് കുടം തന്നെ താഴെ വീണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ പറയുന്നറിയോ? യഥാർത്ഥ ആരാധകർ, നിന്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വന്നു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. എപ്പോഴും അധരങ്ങളിൽ ദൈവസ്തുതിയുള്ള വ്യക്തിയെ ഈശോ ആഗ്രഹിക്കുന്നു, പിതാവ് ആഗ്രഹിക്കുന്നു. പിതാവ് നിന്നെ തൃഷ്ണതയോടെ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ ആഗ്രഹിക്കുന്നു, ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്തൊരത്ഭുതം! ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകാൻ, വലിയ മാറ്റങ്ങളുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ രഹസ്യം അവൾക്ക് മനസ്സിലായി കിട്ടി. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ, വലിയ അഭിഷേകം നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ. കർത്താവിനെ ആരാധിക്കുന്ന ദിവസം കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയുമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമുക്ക് അനുഗ്രഹം അങ്ങനെയാണ് വരിക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പൗലോസും സീലാസും ജയിലിൻ്റെ ഉള്ളിലിരുന്നിട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ വചനം പറയുന്നു, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എന്ന് പറഞ്ഞാൽ അവസാനത്തെ കല്ലുവരെ ഇളകി. അതാണ് ആരാധനയുടെ പ്രത്യേകത. അവർക്കെന്തുണ്ടായിരുന്നു? ദൈവജ്ഞാനം ഉണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, ജയിൽ അധികാരികളുടെ മുകളിൽ ദൈവമുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. നിന്റെ രോഗത്തിൻ്റെ മുകളിൽ നിനക്ക് ദൈവത്തെ കാണാൻ സാധിക്കണം. ധൈര്യം വേണം, ജ്ഞാനം വേണം. ജ്ഞാനമുള്ള വ്യക്തികളാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അല്ലാത്ത വ്യക്തികൾ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പറ്റിയ പണിയല്ല. നമ്മൾ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കുടുംബത്തിലെ ചില ഇളക്കം തട്ടാത്ത കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ? ഈ കല്ലുകളൊക്കെ ഇളകണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചേ മതിയാകൂ. ഒരിക്കലും മാറാത്ത മനസ്സുമായി നടക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റാൻ നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കല്ല് പോലുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും. എസെക്കിയേൽ 36:26 പറയുന്ന വചനമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ അഭിമാനമാണ്. ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ നേട്ടമാണ്. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് വലിയ അഭിഷേകം ഉണ്ടാകും. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ, കർത്താവിന് ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. പീഡിതർ കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മ കൃപ
ധാരാളമായി നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ. തീരുമാനമെടുക്കുക. ഉച്ചയ്ക്ക് ഒരു 2 മിനിറ്റ് ദൈവത്തെ ആരാധിക്കുക. രാവിലെ വൈകുന്നേരം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ സമയം കണ്ടെത്തുക. തകർച്ചകളിൽ നിന്നും കൈപിടിച്ച് നിർത്തുന്ന ദൈവം, കാനാൻ ദേശം ഇസ്രായേലിന് നൽകിയ ദൈവം, ദാനിയേലിനെ രക്ഷിച്ച ദൈവം, പൗലോസിനെ സീലാസിനെയും മോചിപ്പിച്ച ദൈവം ഇതാ നിന്റെ തൊട്ടുമുമ്പിൽ. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.